I'm Silja Dishad. Actually, I completed here MTTC course under this academy. Actually, I'm very happy to stand in front of you, as it is all because of the Seed International. Actually, I see this advertisement through Instagram. ശരിക്കും ഞാൻ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ MTTC എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞതും പിന്നെ അതേപോലെ തന്നെ ഒന്നുകൂടി കുറച്ചും കൂടി എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ ഒരു 2 അക്കാഡമീസിനെ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ എനിക്ക് ഇഷ്ടമായത് നമ്മുടെ സീഡിലെ ഒരു കോർഡിനേറ്റർ ആയിട്ടാണ്. ആളുടെ പേര് സുമയ്യ മാം എന്നാണ്. അപ്പോൾ ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 2 അക്കാഡമീസിനെ അപ്രോച്ച് ചെയ്തപ്പോൾ ശരിക്കും ബ്രോഷർ സെൻഡ് ചെയ്യുക വരെ എനിക്ക് ചെയ്തത്, ഡീറ്റെയിൽസ് മുന്നേ പറഞ്ഞുതരാം. പക്ഷേ അക്കോർഡിംഗ് ടു സീഡ് ഇന്റർനാഷണലിൻ്റെ ഒരു കോർഡിനേറ്റർ ജസ്റ്റ് എനിക്ക് എല്ലാം ഡിഫൈൻ ചെയ്ത് തന്ന്, അല്ലെങ്കിൽ എനിക്ക് കുറേ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തന്നതിന് ശേഷമാണ് ബ്രോഷറിൻ്റെ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ MTTCയുടെ കൂടെ തന്നെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സും കൂടി ഉണ്ട് എന്ന് ആള് എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ എന്താ പറയുക, ഒരു 5 ഇയേഴ്സ് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ പഠിക്കാന്നുള്ളൊരു ഇത് എനിക്ക് തോന്നിയതും. ഈ കോവിഡൊക്കെ കാരണം കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പഠിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ എന്താ പറയുക, അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ഫീ കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റിന് വാലിഡ് ആണോ വാല്യൂ ഉണ്ടോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ആളെന്നെ എനിക്ക് നന്നായി ഡിഫൈൻ ചെയ്ത് തന്നു. നമ്മുടെ സർട്ടിഫിക്കറ്റ് പിന്നെ വാലിഡ് ആണ്, പിന്നെ നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്, നമ്മുടെ എംബസി അപ്രൂവ്ഡ് ആണ്, പിന്നെ നമുക്ക് UK ബേസ്ഡ് അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് MTTC അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പോൾ വാലിഡ് ആണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി, ബാക്കി 2 അക്കാഡമീസിൻ്റെ ക്വിറ്റ് ചെയ്തിട്ട് ഞാൻ സീഡിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. ആളുടെ ആ സുമയ്യ മാമിൻ്റെ ഒരു കോർഡിനേഷനും ഒരു ടോക്കൊക്കെ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി. അങ്ങനെയാണ് ഞാനിപ്പോൾ സീഡിൽ എന്നെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ ചേട്ടനും ഫാമിലിയും കട്ട സപ്പോർട്ടായിരുന്നു, ഭയങ്കര എൻകറേജ്മെൻ്റ് ആയിരുന്നു, എന്നെ പഠിക്കാനായിട്ട് എൻകറേജ് ചെയ്തു. അപ്പോൾ അവരോടൊക്കെ ഞാൻ ഈ ഒരു ടൈമിൽ ബിഗ് താങ്ക്സ് പറയുകയാണ് ശരിക്കും. പിന്നെ എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, എന്താ പറയുക, നമ്മുടെ MTTC കോഴ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ അവർ ഒരു 1 മന്ത് പ്രാക്ടീസ് സെക്ഷൻ തരുന്നുണ്ട്. അതാണ് ശരിക്കും എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത്. കാരണം ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി നമ്മൾ കയ്യിൽ വെച്ചതിന് ശേഷം ശരി ജോലിക്ക് പോവാം അങ്ങനെയല്ല, നമുക്ക് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ തന്നെ ഒരു 1 മന്ത് പ്രാക്ടീസ് സെക്ഷൻ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് എന്താ പറയുക, പെട്ടെന്നൊരു ജോലി കിട്ടിയാൽ മതി, പെട്ടെന്ന് ജോലിക്ക് കയറാനുള്ള കോൺഫിഡൻസും ടെൻഡൻസിയും ഒക്കെ നമുക്ക് ഈ ഒരു പ്രാക്ടീസ് സെക്ഷൻ തന്നെ നമുക്ക് കിട്ടും. പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക, കുഞ്ഞെ പിള്ളേരുടെ നമ്മുടെ മിസ്സേ എന്നുള്ള ആ ഒരു വിളിയും പിന്നെ ആ പ്യുവർ ഹാർട്ടായിട്ടുള്ള പിള്ളേർ, അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഞാനൊക്കെ എൻജോയ് ചെയ്തു കേട്ടോ. അത്രയും എന്താ പറയുക, പോരാൻ തോന്നില്ല 1 മന്ത് പ്രാക്ടീസ് കഴിയുമ്പോഴും. ശരിക്കും ഒരു ട്രെയിനിങ് പീരീഡ് മാത്രമല്ല, നമ്മളൊരു എന്താ പറയുക, അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഗൈഡിൻ്റെ അണ്ടറിലാണ് നമ്മൾ ചെയ്യണത്. നമ്മൾ ഈ ഒരു എന്താ പറയുക ടീച്ചിങ് പ്രാക്ടീസ് അവിടെ ചെയ്യണത് ഒരു സ്കൂളിൽ. ഞാൻ എൻ്റെ അടുത്തൊരു സ്കൂളിൽ തന്നെയാണ് പോയത്. പിന്നെ അതേപോലെ നമുക്ക് എന്താ പറയുക റെക്കോർഡ് എഴുതാൻ, ഇയർ പ്ലാൻ തയ്യാറാക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു 1 മന്ത് കഴിഞ്ഞ് വരുമ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര സങ്കടം. എനിക്കും അതായത് എനിക്ക് ജോബായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. അത്രയും ഇഷ്ടമായി ആ പ്രൊഫഷനോടും. പിന്നെ ആ പഠിപ്പിക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഒരു ടീച്ചർ ഉണ്ട് എന്നുള്ളതും പിന്നെ കുറച്ചുകൂടി തിരിച്ചറിയുന്നത് നമ്മൾ ആ ഒരു ടൈമിലായിരിക്കും. സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് ആ ഒരു ടീച്ചിങ് പ്രാക്ടീസിൽ തന്നെ കിട്ടും. ചിലവർക്ക് അതിൽ കൂടെ തന്നെ ജോലി കിട്ടുന്നവരും ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇഷ്ടമായി എനിക്ക്. എന്താ പറയുക, ആ ഒരു പ്രൊഫഷനും പിന്നെ അത് മാത്രമല്ല എന്താ പറയുക, ഒരു ട്രെയിനിങ് പീരീഡിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായാലും പറ്റും. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക പിള്ളേർക്ക് പകർന്നു കൊടുക്കാനായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ചെയ്യാനായിട്ട്. ഞാൻ എന്താ പറയുക സത്യമായിട്ടും ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ വൺസ് അഗെയിൻ ഞാൻ എല്ലാവരോടും താങ്ക് യു പറയാണ്, എസ്പെഷ്യലി ടു സുമയ്യ മാം ആൻഡ് നസീമ മാം ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. എക്സാമിൻ്റെ സമയത്ത് പറഞ്ഞു തരാനായാലും പിന്നെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല പഠിക്കാനായിട്ട്, സിമ്പിൾ തന്നെയാണ് പഠിക്കാനായിട്ട്. ആരും ഇങ്ങനെ ഒരു ഇത്രയും വർഷത്തിന് ശേഷമാണ് ചെയ്തതെന്നുള്ള ഒരു ഇതൊന്നും